തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾക്ക് തുടക്കമായി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ടാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾക്കാണ് തുടക്കമായത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ടാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾക്ക് അതിനോട് എങ്ങനെ സഹകരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2017 ആരംഭിച്ച തേയില ഫാക്ടറി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ച് നമ്മൾ കേട്ടത്. ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിച്ചു. ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കുന്ന ഇടമായി തങ്കമണി ഗ്രാമത്തെ മാറ്റി തീർക്കാൻ സഖ്യയ്ക്കും ബാങ്കിനും കഴിയട്ടെ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സഖ്യ ഡ്രൈ ഫ്രൂട്ട്സ് യൂണിറ്റ്, കാപ്പിപ്പൊടി ഉൽപാദന യൂണിറ്റ്, സഖ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ്, അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയാണ് രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്ര ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള സഖ്യയുടെ ഈ പദ്ധതികൾക്ക് 5.61 കോടി രൂപയാണ് ചെലവ്. 130 കോടി രൂപ പ്രവർത്തന മൂലധനവും 105 കോടി രൂപ വായ്പയുമാണ് നിലവിൽ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിനുള്ളത്. ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MM മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. സഖ്യ ഡ്രൈ ഫ്രൂട്ട്സ് ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസിൽ നിന്നും ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ സഖ്യ ഫുഡ് ആൻഡ് സ്പൈസസിന്റെ ഏലച്ചായ, പാലട മിക്സ് എന്നിവ ജില്ലാ കളക്ടർ പുറത്തിറക്കി. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.